ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചങ്ക് തകർക്കുന്ന വേദനയോടുകൂടിയാണെങ്കിലും ജനിക്കാൻ പോകുന്ന തങ്ങളുടെ കുഞ്ഞിൻ്റെ സന്തോഷത്തിന് വേണ്ടി മഹിയുടെ പ്രസവം കഴിയുന്നത് വരെ പരസ്പരം പിരിഞ്ഞു നിൽക്കാൻ തീരുമാനിക്കുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും. പിന്നീട് ഇത്രയും കാലം കൂടെ ജീവിച്ചിട്ടും അയാൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു, ഇനി അയാൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ള കണ്ണൻ്റെ തീരുമാനം കേട്ട് ലോകം വെട്ടിപ്പിടിച്ച് സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ ഉണ്ണിക്കും ദുർഗയ്ക്കും. നമ്മൾ മാത്രമാണ് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് എന്ന് കണ്ണൻ പറയുമ്പോൾ, എന്നാൽ പിന്നെ നിനക്ക് അവളുടെ താലി കൂടി തിരിച്ചു മേടിച്ചൂടെ, നീ കെട്ടിക്കൊടുത്ത താലിയല്ലേ അതെന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ, അയാളത് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അപ്പോൾ ഉണ്ണിയുടെയും ദുർഗയുടെയും മുഖത്തെ ആ സന്തോഷം കാണുന്ന കണ്ണനാണെങ്കിൽ, നിന്നെയൊക്കെ വിറ്റ കാശ് എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും സുരക്ഷിതമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടായിട്ട് മാത്രമേ ഞാൻ നടന്ന കാര്യം പോലും നീയൊക്കെ അറിയൂ എന്നും കണ്ണൻ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. ഉണ്ണിയാണെങ്കിൽ അവസരം മുതലെടുത്തുകൊണ്ട് ആ ഡ്രൈവറെ ആട്ടിപ്പായച്ച് കണ്ണൻ്റെ വീൽ ചെയറൊക്കെ തള്ളുന്നു. ശേഷം ദുർഗ പറയുന്നുണ്ട്, നീ മനസ്സ് കൊടുത്ത് സ്നേഹിച്ചവൾ നിന്റെ ചങ്ക് തകർക്കുന്ന ഒരുത്തിയായി പോയല്ലോ, അവൾ ആ വീഴ്ചയിൽ തന്നെ അങ്ങ് തീർന്നാൽ മതിയായിരുന്നു എന്ന് ദുർഗ മഹിയെക്കുറിച്ച് പറയുന്നത് കേട്ട് രക്തം തിളച്ചു പോകുന്നുണ്ട് കേട്ടോ കണ്ണൻ്റെ. നിങ്ങളൊക്കെ കൂടി അയാളെ വീഴ്ത്തിയത് കൊണ്ട് സത്യം ഞാൻ ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞു, എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എന്ന് കണ്ണൻ പറയുമ്പോൾ, എടാ മോനെ, ഞങ്ങൾ അവളെ വീഴ്ചെന്നോ? നീ അവളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിന് ശേഷം അവൾ നിലത്തൊന്നും അല്ലായിരുന്നു, അത്രയ്ക്കുണ്ടായിരുന്നു അവളുടെ അഹങ്കാരം. എന്തിന് കരണമോളെ പോലും അവൾ വീട്ടിൽ നിന്നും ഓടിച്ചു, എല്ലാത്തിനുള്ള ശിക്ഷയാണ് അവൾക്ക് കിട്ടിയത് എന്നെല്ലാം ദുർഗ പറയുമ്പോൾ, പ്രസവം കഴിഞ്ഞ് മഹിയെയും ഞങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ആ വീട്ടിലേക്ക് ഒരു വരവുണ്ട്, അപ്പോൾ നിങ്ങളുടെ മുഖത്തുള്ള ഭാവങ്ങൾ എനിക്ക് കാണണമെന്ന് മനസ്സിൽ അമർഷത്തോടു കൂടി മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ സ്വയം. പിന്നീട് അനന്തവും ലേഖയും മഹിയെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പോൾ അനന്ത് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നതിന് പകരം കണ്ണൻ്റെ രണ്ടാനമ്മയെയും ഉണ്ണിയെയും ആ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കുകയാണ് വേണ്ടത്, അതിന് പകരം നിങ്ങൾ എന്തിനിങ്ങനെ പിരിഞ്ഞ് താമസിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനന്തുവിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്തായാലും മഹി വീട്ടിലെത്തിയ ഉടനെ തന്നെ കണ്ണനെയാണ് വിളിക്കുന്നത്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, താനും ഞാനും തമ്മിൽ പിരിഞ്ഞു എന്നറിഞ്ഞപ്പോൾ എൻ്റെ രണ്ടാനമ്മയ്ക്കും ഉണ്ണിക്കും ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല മഹി എന്ന് പറയുന്നുണ്ട് കേട്ടോ. കണ്ണൻ തുടർന്ന്, തനിക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല കണ്ണേട്ടാ, ലേഖ എന്നെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണ് സ്നേഹിക്കുന്നത്, എന്തായാലും നമ്മൾ രണ്ടാളും ശത്രുക്കളെ പോലെ ഇനി കുറച്ച് നാൾ കൂടി ജീവിച്ചേ പറ്റൂ എന്ന് മഹി പറയുമ്പോൾ, എൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും നല്ല ഭാവിക്ക് വേണ്ടിയും സുരക്ഷിതത്വത്തിനും വേണ്ടി ഞാൻ എന്ത് റിസ്ക് വേണമെങ്കിലും എടുക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ കണ്ണൻ മഹിയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ദുർഗ ആ മുറിയിലേക്ക് വരുന്നുണ്ട്. ദുർഗ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കണ്ണനാണെങ്കിൽ വേഗം തന്നെ വീൽ ചെയറിലിരിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് ദുർഗ പറയുന്നുണ്ട്, മോനെ, നിൻ്റെ ജീവിതത്തിൽ നിന്നും അവൾ ഒഴിഞ്ഞു പോയതോടുകൂടി നമ്മുടെ തറവാട്ടിൽ തന്നെ ഒരു വെളിച്ചം വന്നു, ഇനി നിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനും ഉണ്ണിയും ഒക്കെ ഉണ്ട്, നിനക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഈ റൂമിൽ എത്തിയിരിക്കുന്നു പറയുമ്പോൾ, അധികം മധുരം പുരട്ടിയ വാക്കുകളൊന്നും പറയാതെ, അമ്മേ, നിങ്ങൾ എന്നോട് കാണിച്ചത് എന്തൊക്കെയാണെന്നൊന്നും ഞാൻ മറന്നിട്ടില്ല, ഒറ്റയ്ക്കായെന്ന് കരുതി ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മ അമ്മ പോകാൻ നോക്കുക, എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയെ പറഞ്ഞു വിടുകയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത്. ശേഷം ദുർഗ ഉണ്ണിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഉണ്ണി, ഇനി നീ കരുണമോളെ ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണം, മഹാലക്ഷ്മി പോയതോടുകൂടി കരുണമോൾക്ക് ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല, അതുപോലെ തന്നെ കണ്ണൻ്റെ കണക്കില്ലാത്ത സ്വത്തുക്കളും നമ്മുടെ കൈപ്പിടിയിലൊക്കെ ഒതുക്കണം എന്ന് പറയുമ്പോൾ, രണ്ടുപേരും വേർപിരിഞ്ഞെങ്കിലും ഇപ്പോഴും പാതി സ്വത്തിൻ്റെ അവകാശം ഇപ്പോഴും അവർക്കല്ലേ എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ, അതിനും വഴിയുണ്ടടാ, അവനെയും ഈ ഭൂമിയിൽ നിന്നും അധികം വൈകാതെ നമ്മൾ ഇല്ലാതാക്കണം, ഇനി കണ്ണനും മഹാലക്ഷ്മിയും ഒരിക്കലും ഒരുമിച്ച് ചേരാനായിട്ട് ഇടവരരുത്, കണ്ണൻ അവളുമായിട്ടുള്ള വിവാഹബന്ധം നിയമപരമായിട്ട് വേർപെടുത്തണം, അതോടുകൂടി തന്നെ അവളുടെ പേരിലുണ്ടായിരുന്ന സ്വത്തുക്കളുടെയൊക്കെ അവകാശം കണ്ണനിൽ തന്നെ വന്നു ചേരും, എന്തായാലും നമുക്ക് മേഘനെ കൂടി ഈ സന്തോഷ വാർത്ത അറിയിക്കണം, അവനോടുകൂടി ബാക്കി ഭാവി പരിപാടികൾ നമുക്ക് പ്ലാൻ ചെയ്യാമെന്നും അവരിങ്ങനെ കണക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ. പിന്നീട് മേഘൻ വീട്ടിലെത്തി ഈ സന്തോഷ വാർത്ത സീമന്തിനെയും വാമനെയും സ്വാതിയൊക്കെ അറിയിക്കുന്നുണ്ട്. എടാ മേഘ, നീ കുടിച്ചിട്ടുണ്ടോ, നീ ഉള്ളതൊക്കെയാണോ കണ്ണൻ മഹാലക്ഷ്മി ഉപേക്ഷിക്കുമോ എന്നെല്ലാം സീമന്തിനെ ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞത് വിശ്വാസം ഇല്ലെങ്കിൽ അമ്മ അപ്പച്ചിയെ വിളിച്ച് ചോദിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മേഘൻ.
നമ്മൾ വെറുതെ ഓരോന്ന് കാട്ടിക്കൂട്ടി കുറേ പണം ചിലവാക്കി. ഇപ്പോൾ അവൻ തന്നെ അവളെ അവൻ്റെ ജീവിതത്തിൽ നിന്നും അടിച്ചു പുറത്താക്കി എന്നെല്ലാം മേഘം പറയുമ്പോൾ കണ്ണൻ്റെ ജീവിതത്തിൽ ഇനി മഹാലക്ഷ്മി എന്ന ഭാര്യ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മതിമറന്ന് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ വാമൻ. അപ്പോൾ ആ സന്തോഷത്തിൽ വാമൻ വീൽ ചെയറിൽ നിന്നും എഴുന്നേൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി നഷ്ടപ്പെട്ടു പോയതൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കണം. തുടർന്ന് സ്വാതിയോടായിട്ട് മേഘം പറയുന്നുണ്ട്, എടീ സ്വാതി, ഒരിക്കൽ പറ്റിയ അബദ്ധം ഇനി നമുക്ക് ഉണ്ടാകാൻ പാടില്ല. മഹാലക്ഷ്മി പോയ ഈ ഗ്യാപ്പിൽ നീ അവൻ്റെ മനസ്സിൽ ഇടിച്ചു കയറാൻ ശ്രമിക്കണം. കണ്ണൻ്റെ കണക്കില്ലാത്ത സ്വത്തുക്കളൊക്കെ നമ്മുടെ കയ്യിൽ വന്നു ചേരണം. ഇനി കാലിന് സ്വാധീനം ഇല്ലാത്തവനാണെന്ന് പറഞ്ഞ് നീ അവനെ തള്ളിക്കളയാൻ നിൽക്കരുത് എന്നെല്ലാം സ്വാതിയോടായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മേഘൻ. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുന്ന കണ്ണന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ദുർഗയും ഉണ്ണിയാണെങ്കിൽ സ്നേഹം അഭിനയിച്ച് ഇങ്ങനെ തകർക്കുകയാണ് കണ്ണന് മുന്നിൽ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കണ്ണന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, വിവാഹത്തിന് മുൻപ് നിൻ്റെ വീൽ ചെയർ തള്ളിയിരുന്നതും നിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നതും ഉണ്ണിയും മേഘനും കൂടിയാണ്. ഇനിയും അവരെ നീ കൂടെ നിർത്തണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുമാത്രമാണ് ആ ഒരു വിവാഹം കൊണ്ട് എനിക്കുണ്ടായ പ്രയോജനം എന്ന് പറഞ്ഞുകൊണ്ട് മഹിയെ ആജന്മശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കണ്ണൻ്റെ ആ ഒരു നിലപാട് കേട്ട് ശരിക്കും സന്തോഷമാവുന്നുണ്ട് കേട്ടോ ദുർഗയ്ക്കും ഉണ്ണിക്കും. പക്ഷേ നിങ്ങളുടെ ആരുടെയും ഒരു സഹായം എനിക്കിനി ആവശ്യമില്ല. എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ വേണ്ടിയിട്ട് 2 പേര് ഇപ്പോൾ ഇവിടെ എത്തുമെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അപ്പോൾ ദുർഗയ്ക്കും ഉണ്ണിക്കും അതാരാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതേ സമയം തന്നെ മഞ്ജുവും സാഗറും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെന്താ ഇവിടെ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ, നെറ്റിച്ചുളിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ, സാഗറിനെ ഞാൻ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലാണ് ഇനി സാഗറും മഞ്ജുവും താമസിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ആരുടെയും ഒരു സഹായം എനിക്ക് ആവശ്യമില്ല. സാഗറിന് അതിനുള്ള കൃത്യമായിട്ടുള്ള ശമ്പളവും ഞാൻ കൊടുക്കുമെന്ന് കണ്ണൻ പറയുന്നത് കേട്ട് ശരിക്കും കിളി പോയ അവസ്ഥയിലാവുന്നുണ്ട് കേട്ടോ ദുർഗയും ഉണ്ണിയും. എങ്ങനെയെങ്കിലും കണ്ണനെ സ്നേഹം അഭിനയിച്ച് പാട്ടിലാക്കാം എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് അതോടുകൂടി തന്നെ ഇല്ലാതാവുന്നത്. എന്തായാലും കണ്ണൻ്റെ ആ ഒരു തീരുമാനം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ദുർഗയും ഉണ്ണിയും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്